ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവിയേട്ടനും മടങ്ങിയെത്തുകയാണ്. രവിയേട്ടനാവട്ടെ 1,00,000 രൂപയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വർഷയുടെ അച്ഛൻ കൊടുക്കാണ്ടല്ലോ, ആ കോടതിയിൽ ഉത്തരവിട്ട ആ പൈസ രവിയേട്ടന് കിട്ടുകയാണ്. ആ പൈസ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി ഇങ്ങനെ കണ്ണ് തള്ളിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി പറയുന്നത് എടാ 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 മതിയടാ മതിയടാ നോക്കിയത് മതിയടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഇത് കണ്ടില്ലേ സച്ചി ഏത് നേരവും ശ്രുതിയേട്ടനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, എടാ സച്ചി മിണ്ടാതിരിക്കടാന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല അച്ഛാ ഇവന് കാശ് കാണുമ്പോൾ അവൻ്റെ കണ്ണിങ്ങനെ മഞ്ഞളിക്കും, ഇനി ആ കാശും കൂടി ഇവന് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവ ഇങ്ങനെ നോക്കണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രമതി രവിയേട്ടൻ ആ പൈസ എനിക്ക് തായോ എന്ന് പറയുമ്പോൾ രവിയേട്ടൻ പറയാണ്, ചന്ദ്ര നിനക്കല്ലാണ്ട് പിന്നെ ഞാൻ ആർക്ക് എത്ര കാലവും കാശ് തരാറുള്ളൂ, പക്ഷേ ഈ പൈസ കുറച്ച് സച്ചിക്കും കൂടി ആവശ്യമുള്ളതാണ്. സച്ചി ഇത്രയും കുറേ ചിലവായിട്ടുണ്ട് സച്ചിയുടെ പൈസ. അപ്പോൾ എന്തായാലും തൽക്കാലം നീ ഈ കാശ് നിൻ്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ശ്രുതി ആവട്ടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അമ്മ അമ്മ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി മെയിൻ്റൊന്നും ചെയ്യാണ്ട് പോണതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിടക്കണോണ്ട് ഇതിൽ വീഡിയോ ഇടാൻ പറ്റില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒന്ന് പറയണത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക.